റെസിസ്റ്റൻസ് സീരീസും പാരലലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഇപ്പം നമ്മളോട് ചോദിക്കുവാണ് ഇപ്പം 1, 2, 3 റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓമാ. 2 ഓം, 4 ഓം, 8 ഓം. അപ്പൊ ഇത് സീരീസ് ആണോ പാരലൽ ആണോ ഈ കണക്ഷൻ? പാരലൽ ആണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ റെസിസ്റ്റൻസുകൾ എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സീരീസ് ആയിട്ട്. ഓക്കെ, റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സീരീസ് ആയിട്ട്. പാരലൽ ആയിട്ട് ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാരലൽ ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടോ മാറിപ്പോകരുത്. 4 ഓം, 8 ഓം. ഇന്ന് മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പരീക്ഷിക്കുക. ഇത് 3 ആണ് പാരലലായിട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കണ്ട് തന്നേച്ച് മൊത്തം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം സീരീസ് ആണെങ്കിൽ ഇതിനെ R1 എടുക്കാം, ഇതിനെ R2 എടുക്കാം, ഇതിനെ R3 എടുക്കാം. ഇവിടെ ആണെങ്കിലോ ഇതിനെ R1, ഇതിനെ R2 എടുക്കാം, ഇതിനെ R3 എടുക്കാം. സീരീസ് ആണ്. ഇതാണ് ഇക്വേഷൻ. R is equal to R1 plus R2 plus R3. പാരലൽ ആണെങ്കിലുള്ള ഇക്വേഷൻ 1/R equal to 1/R1 plus 1/R2. പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ് 1/R2 3 ഉള്ളതുകൊണ്ട് 1/R is equal to 1/R1 plus 1/R2 plus 1/R. അതേതിലാ? അത് പാരലൽ. സീരീസ് ആയി കഴിയുമ്പം R is equal to R1 plus R2 plus R3. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ സീരീസ് ആയി കഴിയുമ്പോൾ മൊത്തം റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി റെസിസ്റ്റൻസുകളെല്ലാം കൂട്ടിയെടുത്താൽ മതി. ശരിയല്ലേ? റെസിസ്റ്റൻസ് കൂട്ടുകയല്ലേ ചെയ്തേ. അപ്പൊ ഇവിടെ എത്രയാകും? 2 പ്ലസ് 4 പ്ലസ് 8. 4 2 6 കിട്ടും. 14 ഓം. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഇവിടെയാണെങ്കിൽ എന്നാ ചെയ്യണം? 1/R equal to 1/2 plus 1/4 plus 1/8. അപ്പൊ ആദ്യം 2 കൂട്ടിയാലല്ലേ മൂന്നാം കൂട്ടാൻ പറ്റുള്ളൂ. 4 അധികം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളി 2 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1/8. അപ്പം 4 2 6/8 പ്ലസ് 1/8 പ്ലസ് 1/8. അപ്പം 6 1 7. LCM താഴെ ഒന്നാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. 7/8 അതെന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പൊ 6 കാണാൻ എന്നാ ചെയ്യണം? തിരിച്ചിടണം. 8/7 അത്രയും ഓം. കണ്ടോ? റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ 1/6 അല്ലേ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എഴുതി പോന്നെ. കണ്ടോ? അപ്പൊ കിട്ടുന്ന ഉത്തരം 1/6. ഇത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ഏതിലാണ്? വെറും 6 അല്ലേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 1/6 6 ആക്കാൻ തല തിരിച്ചിടണം. അപ്പൊ 6 മുകളിൽ പോകും, 1 താഴെ വരും. 8 മുകളിൽ പോകും, 7 താഴെ വരും. മനസ്സിലായോ? സോ ഇതാണ് 2 കേസ്. റെസിസ്റ്റൻസുകൾ തന്നിട്ട് ഇങ്ങനെ ചോദിക്കും. റെസിസ്റ്റൻസുകളെ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുക. അപ്പൊ ഇക്വേഷൻ പറഞ്ഞ സീരീസ് ആണെങ്കിൽ R is equal to R1 plus R2 plus R3. പാരലൽ ആണെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. എന്നാ ഞാൻ 2 പാഠം തരാം, ചെയ്ത് കാണിക്കും കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ വന്നിട്ട് സീരീസ്, വേറൊരെണ്ണം സീരീസ്, അതിൽ നിന്ന് ഒരെണ്ണം പാരലലാണ്. ഇങ്ങനെ കോമ്പിനേഷൻ വെച്ച് ചോദിക്കും ചിലപ്പോൾ. ഇതിപ്പോൾ 2 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം. ഫൈൻഡ് ഔട്ട്, ക്വസ്റ്റ്യൻ എഴുതി ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റെസിസ്റ്റൻസ്.
വേറെ ചോദ്യം തരാം. രണ്ട് 4 6 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം. ഒരു ചോദ്യം എടുത്തരാം. ഇങ്ങനെ പല ചോദ്യങ്ങൾ തരും, മനസ്സിലായോ? സീരിയസ് ആയിട്ടുള്ളത് തരും, പാരലൽ ആയിട്ടുള്ളത് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ഔട്ട് ദ നെറ്റ് resistance or equivalent resistance in the circuit. സീരീസ് ആയ ഇവർ രണ്ടിനെയും നമ്മൾ R1 പ്ലസ് R2 എന്ന് ചെയ്യുമ്പം നമുക്ക് 2 അധികം 2 സമം 4 എന്ന് കിട്ടി. ഇവിടെ ഇതിന് മുഴുവൻ പകരം 4 ഓം ആവും അല്ലേ? ശരിക്കും ഇതെന്ന് പറയുന്ന ഒരു 4 ഓമിന് തുല്യാണ്, ഇതെന്ന് പറയുന്നത് 2 ഓമിന് തുല്യം. അപ്പം ഈ 4 ഓമും 2 ഓമും പാരലൽ അല്ലേ? അപ്പൊ നമ്മൾ പുതിയ 1/R = 1/R1 പ്ലസ് 1/R2 കൊടുക്കണം. അവിടെ R1 4 ആയിട്ട് എടുക്കണം, മനസ്സിലായി? കിട്ടിയ റിസൾട്ട് എടുക്കണം. R2 കൊടുക്കണോ? പിന്നെ ഈ R2 ഇവിടെ കിടപ്പില്ലേ? ഇത് രണ്ടും കൂട്ടി ഒരു 4 മുകളിൽ കിട്ടി. താഴെ പക്ഷെ ഈ 2 ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ, ഈ 2. മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടെയും കൂട്ടി അതിന് രണ്ടിനും പകരം ഒരു റെസിസ്റ്റൻസ് കിട്ടി. ആ റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ആയിട്ട് പാരലലാണ്. അപ്പം 1/4 അധികം 1/2 എന്ന് വരും. അപ്പം 2 അധികം 4/8 6/8. തലതിരിച്ചിട്ട് കഴിയുമ്പം 6 = 8/6. 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ വേണേൽ 4/3 എന്ന് എഴുതും. കണ്ടോ ചെയ്യുന്നത്? ഇത് രണ്ടും കൂട്ടി R1 പ്ലസ് R2. സീരീസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടണം, കൂട്ടി വാല്യൂ എഴുതണം. പിന്നെ ഇത് രണ്ടും പാരലാണ്, അപ്പൊ അതിനെ പാരലൽ വെച്ച് ചെയ്യണം. ചെയ്തെടുത്ത് R = ഇത് 3 കൂട്ടണം, പിന്നെ അവിടെ ഒരു വാല്യൂ കിട്ടും. ഇതും രണ്ടും കൂട്ടണം, അപ്പൊ വേറൊരു വാല്യൂ കിട്ടും. പിന്നെ അത് രണ്ടും പാരലായിട്ട് പറഞ്ഞ് 1/ ഇവിടെ കൂട്ടിയത് പ്ലസ് 1/ ഇവിടെ കൂട്ടിയത്, അങ്ങനെ ചെയ്യണം. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞോ. ആദ്യം ഇത് 3 കൂടെയും കൂട്ടുമ്പം മുകളിലത്തെ ഈ കണക്ഷന് മുകളിലോട്ടുള്ള മൊത്തം റെസിസ്റ്റൻസ് കിട്ടും. അതുപോലെ ഇത് രണ്ടും കൂടെയും കൂട്ടുമ്പം താഴത്തെ മൊത്തം റെസിസ്റ്റൻസ് കിട്ടും അല്ലേ? അപ്പൊ മുകളും താഴെയായി. അവ രണ്ടും പാരലല്ലേ? ഇവിടെ കിട്ടിയ വാല്യൂ ഇപ്പം 6 4 10 2 12 കിട്ടി. ഇവിടെ 2 2 4 കിട്ടി. അപ്പൊ പാരലായതുകൊണ്ട് പിന്നെ ചെയ്യുമ്പം പാരലിന്റെ ചെയ്യണം. 1/R = 1/12 പ്ലസ് 1/4 വെച്ച് ഇത് മൊത്തം വാല്യൂയിലോട്ട് എടുക്കണം. ഇത് കൂട്ടുമ്പോ ഇത് മാത്രമല്ലേ ആയുള്ളൂ നന്ദു? ഇത് കൂട്ടുമ്പോ ഇത് മാത്രമേ ആയുള്ളൂ. പിന്നെ ഇവ തന്നെ കണക്ട് ചെയ്യണം, മൊത്തം ചെയ്തെടുക്കണ്ടേ? ചെയ്ത് നോക്കി പറഞ്ഞുതരാം നാളെ. അപ്പൊ മുകളിൽ 2 4 6 6 4 10 2 12. ആ 12 ഇതിനോട് എങ്ങനെയാ? പാരലല്ല. 12 4 പാരലായി കഴിയുമ്പോഴത്തേന് 1/12 അധികം 1/4. മനസ്സിലായോ? അതാണ് 1/R. ചെയ്തെടുത്തേ. ഹലോ, സാറേ വല്ലതും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഹലോ ഹലോ, കേൾക്കാവോ? മ്യൂട്ടായിരുന്നു. സാർ വല്ലതും പറഞ്ഞ മ്യൂട്ട്. അതായത് ഞാനീ പറഞ്ഞതേ 2 4 6 6 12 കണ്ടോ? 1/12 അധികം 1/4. ഇനിയിപ്പോ നോക്കി വേറൊരു ഉത്തരം നമുക്ക് കിട്ടിയെന്ന് നോക്കാം. 1/12 അധികം
4/12 ആണ് ഉത്തരം എത്രയാ? 5/24. 5/12 ഉള്ളൂ. LCM സെയിം ആണെങ്കിൽ അത് രണ്ടും കൂടെയും കൂട്ടി മുകളിൽ എഴുതണം. 24 എപ്പോഴും താഴെ വ്യത്യാസമാണ് ഗുണിക്കുക ചെയ്യണേ. 12 × 12 അവൻ കേട്ടോ, 144 അവൻ. വ്യത്യാസം താഴെ ഇതും ഇങ്ങ് കൂട്ടുക എന്നല്ല അതിന്റെ അർത്ഥം. അത് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഞാനങ്ങനെ പറഞ്ഞതിന് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പം ഒരേ സംഖ്യയാണ് മോളി വന്നതെങ്കിൽ +3/12, അങ്ങനെ ഒരേ സംഖ്യയാണ് മോളി വന്നതെങ്കിൽ, അതോടെ താഴെ വന്നിരിക്കുന്നതെങ്കിൽ മുകളിലത്തെ സംഖ്യ കൂട്ടിയാണ്. അപ്പം നമുക്ക് 3 × 1 4 എന്ന് കിട്ടും. 4/12 എന്ന് കിട്ടും. ഇനി വേറെ സംഖ്യയാണ് താഴെയെങ്കിൽ 1/12 + 2/6 ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 6 + 12 2 ഇങ്ങോട്ട് ഗുണിക്കണം. 24 / 12 × 6. ഈ മെത്തേഡ് പഠിച്ചിരിക്കണം. ഇനി ഇത് പഠിക്കില്ല, അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ. ഇത് വെച്ച് വേണം ചെയ്യാൻ പരീക്ഷയ്ക്ക്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യും ഈ ചോദ്യം? ഈ 2 ഓമിന് എങ്ങനെ അടക്കണം? അപ്പൊ ഇത് 1/6 വെച്ച് ഇത് രണ്ടും ചെയ്യും. 2 1/6 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഉത്തരം കിട്ടും. ഇതിന് മൊത്തം പകരമായിട്ട് കിട്ടുന്ന റെസിസ്റ്റൻസിന് ഇതിന് സീരീസ് ആവും. ഇത് രണ്ടും ആദ്യം പാരലാന്ന് വെച്ചാൽ ഉത്തരം കണ്ടെടുക്കുക, അത് ഇതിന് സീരീസ് ആണെന്ന് ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്തേ പെട്ടെന്ന്. കിട്ടി അത് പറ. 2/2 അല്ലേ? അല്ലേ കിട്ടിയേ? 1/2 + 1/2 2 2/2. അപ്പൊ എത്രയാ? 2 വെട്ടിക്കളാ. 2/2 വെട്ടിക്കളഞ്ഞ എത്രയാ? അപ്പം 1 അല്ലേ? 2/2 അല്ല, അവസാനം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അപ്പൊ 1 + 1 കിടപ്പില്ലേ? ഇവിടെ ചെയ്ത് കാണിക്കാം. ഇത് 1/2 + 1/2. ഇതിന്റെ ഉത്തരം എത്ര കിട്ടി? അതിന്റെ ഉത്തരം 2 വെട്ടിപ്പോയ 1. 1 1 2 എന്ന് എഴുതി അല്ലേ? 2/2. അതിന്റെ ഉത്തരം എത്രയാന്ന് ചോദിച്ചാൽ 2/2 0 ആണോ? 1. അപ്പം ഇതിന് രണ്ടിനും പകരമായിട്ട് എത്ര കിട്ടി? ഇവിടെ ഒരു 1 ഓം അല്ലേ? ആ 1 ഓം ഇനി ഈ 2 ഓമിന് സീരീസ് ആവും. അപ്പൊ എത്ര കിട്ടും? സീരീസ് ആണ് എന്നാ ചെയ്യണം? അപ്പൊ ഈ 1 ഉം 2 ഉം കൂടെ 3 R = 3 + 1 or 1 + 2 that is equal to 3 ഓം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, കപ്പാസിറ്റർ 2 സീരീസ് ആണെന്ന് എഴുതി. സീരീസ് ആണെങ്കിൽ അവിടെ സീരീസ് ആയിരുന്ന ആറിന്റെ എങ്ങനെയായിരുന്നു? ഇവിടെ തല തിരിഞ്ഞു വരും കേട്ടോ. അപ്പൊ 1/C = 1/C1 + 1/C2. ഓർത്തിരണം കേട്ടോ, അത് ഞാൻ അവസാനം പഠിപ്പിക്കാനായിരുന്നു. പാരലൽ ആണെങ്കിലാണ് ബൈ ആയിട്ട് വരുന്നേ. ഓ എടോ, അത് റെസിസ്റ്റൻസ് അല്ലായിരുന്നോ? അതാ ഞാൻ പറഞ്ഞു, ഇത് കപ്പാസിറ്റർ ആണ്. മുമ്പേ പഠിച്ച ഇതാണ്. ഇതെന്നാ? റെസിസ്റ്റർ. റെസിസ്റ്റൻസ്. ഇതുകൊണ്ടാണ് ഇതെല്ലാം തെറ്റിപ്പോണ പരീക്ഷയ്ക്ക് അവസാനം കൊണ്ടത്. ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ഇത് R1 ഇത് R2 ആയിരുന്നു. ഇതിന്റെ ഇക്വേഷൻ എന്നാ പഠിച്ചേ? R1 + R2. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. റെസിസ്റ്റൻസ് നേരെ വന്നാ കൂട്ടണം, കപ്പാസിറ്റർ ആണ് നേരെ വന്നാൽ തലതിരിച്ചെഴുതണം. ഓക്കെ, ഇതാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഇതിന്റെ എങ്ങനെയായിരുന്നു? 1/R = 1/R1 + 1/R2. ഇതാണ് ഇവിടെ C1 ഉം ഇവിടെ C2 എങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാവും? എടോ, അതിന് ഓപ്പോസിറ്റ് ആണെന്നല്ലേ പറഞ്ഞേ. C = C1 + C =
C1 plus C2. കിട്ടിയില്ലേ ഇപ്പൊ സംഭവം? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ 4 പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒറ്റയടിക്ക് പഠിക്കാൻ പറഞ്ഞിരിക്കണം. എങ്ങനെയാണ്? റെസിസ്റ്റൻസ് സീരീസ് ആണെന്നുള്ളത് ആദ്യം അങ്ങ് ഓർത്തിരിക്കണം. റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പോൾ R ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പം ഇതങ്ങ് ഓർത്തിരുന്നാൽ ഇതിന്റെ തലതിരിഞ്ഞതായിരിക്കും ആർക്ക് വരുന്നത്? കപ്പാസിറ്ററിന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കപ്പാസിറ്റർ ഇതിന്റെ പേരാണ് നെറ്റ് കപ്പാസിറ്റൻസ്. ഇത് കപ്പാസിറ്റർ. ദിസ് ഈസ് റെസിസ്റ്റർ. ഓക്കെ. ഇനി കപ്പാസിറ്ററിന് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ട ഇക്വേഷൻ പഠിക്കണം. ഇന്നാളെ ഞാൻ പഠിപ്പിച്ച Q ഈക്വൽ ടു C ഇൻറ്റു V. Q എന്ന് പറഞ്ഞാൽ എന്നാ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പഠിച്ച Q എന്നാന്ന് പറയാം. Qന്റെ പേരെന്നാ? എന്തിന്റെ സിമ്പിളാ Q? ചാർജ്. C എന്നാ? ഇതെന്നാന്നാണോ ഇപ്പൊ പഠിപ്പിച്ചത്? ഇതെന്നാ C? കപ്പാസിറ്റൻസ്. V എന്നാ? വോൾട്ടേജ്. അപ്പം ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിനകത്തോട്ട് നമ്മളൊരു ബാറ്ററി എന്ന വോൾട്ടേജ് ഉണ്ട്. ബാറ്ററിയുടെ പടം കണ്ടോ? ഒന്ന് വലുതും ഒന്ന് ചെറുതുവാ. കപ്പാസിറ്ററിന് രണ്ടിനും ഒരേ വലിപ്പാണ്. ഒരു വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിലോട്ട് കൊടുത്താൽ, V എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് കൊടുത്താൽ, ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിന്റെ അളവാണ് ദ ചാർജ് stored in a capacitor. അതിന്റെ അളവാണ് CQ. ചാർജ് സ്റ്റോർഡ് Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. C എന്നാണ്? കപ്പാസിറ്റൻസ്. V എന്നാണ്? കപ്പാസിറ്റർ അല്ല, C കപ്പാസിറ്റൻസ് എന്ന് പറ. ഇക്വേഷൻ എഴുതുമ്പോൾ Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്നാവും. Q ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു V എന്നാവും. ആ V കോൺസ്റ്റന്റ് ആണ് നമ്മൾ C എന്ന് എഴുതണേ. ആ ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ C കപ്പാസിറ്റൻസ്, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്. ഇതിനകത്ത് C കപ്പാസിറ്റർ, ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഉപകരണം അല്ലെങ്കിൽ ഡിവൈസ്. ഓക്കെ, മനസ്സിലായല്ലോ? എന്നാ പ്രോബ്ലം തരാം. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ. 5 മൈക്രോ ഓം അല്ല മൈക്രോഫാരഡ്. 5 മൈക്രോഫാരഡ്. നെറ്റ് കപ്പാസിറ്റൻസ് എത്രയാ? പെട്ടെന്ന് എഴുതി. അടുത്ത ചോദ്യം റെസിസ്റ്റൻസിന്റെ ചോദ്യമാണേ. രണ്ടും തമ്മിൽ തലതിരിച്ച് കളയല്. നന്നായിട്ട് ഇക്വേഷൻ നോക്കി ചെയ്തോണം. പരീക്ഷയ്ക്ക് ഏതാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം 5 തന്നെ. അപ്പൊ എളുപ്പമുണ്ട്. കപ്പാസിറ്റൻസിന്റെ വേറൊരു ചോദ്യം. അഞ്ച് 5 അത് ഫാരഡ് ആണ്. പോരെ? 3 ചോദ്യം. ഒന്ന് കപ്പാസിറ്ററിന്റെ ചോദ്യം, രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ ചോദ്യം, മൂന്നാമത് കപ്പാസിറ്ററിന്റെ ചോദ്യം. മൂന്നിന്റെ നെറ്റ് കപ്പാസിറ്റൻസ് അല്ലെ റെസിസ്റ്റൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ആദ്യത്തെ കപ്പാസിറ്റർ C ആണ്. അപ്പൊ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. അപ്പൊ C എന്ന് പറയണത് 1/C ആണ്. തലതിരിച്ചിരിക്കണം. 5/2 5നെ 2 കൊണ്ട് കളിച്ചാൽ 2.5 2.5 മൈക്രോഫാരഡ്. ഇതാണ് കിട്ടിയേ? എനിക്ക് 2.5 ഇത് ആക്കിയില്ലായിരുന്നു. അതൊന്നുകൂടി ഡിവൈഡ് ചെയ്യില്ലായിരുന്നു. എവിടം വരെ ഇത് കിട്ടിയോ? ഇതാണ് കിട്ടിയേ? ആൻസർ ഏതാ കിട്ടിയേ? 2/5 വരെ ആയിട്ടുള്ളൂ. അത് 1/C യുടെ ഇക്വേഷൻ അല്ലേടോ. ഇതല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കണേ.
1/c കിട്ടിയ കാര്യമുണ്ടോ? ഇല്ല. അതിനെ സിയിലോട്ട് മാറ്റണം. അപ്പോൾ 1/cയുടെ ഇക്വേഷനെ തലതിരിച്ചിടണം. അപ്പൊ സി എത്രയാകും? 5/2 എന്നാകും. അടുത്ത ഇതേ, ഇത് റെസിസ്റ്റൻസ് ആകട്ടോ. ഇക്വേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം. 6 കാണുമ്പം 6 1/6 = 1/5 + 2/5. അപ്പൊ 6 = 5/2. 2.5 2.5 കിട്ടും. ഇവിടെ ഒരു 5 ഇല്ലേ? 5. പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു 2.5. ഇത് രണ്ടും കൂടെ ഇപ്പം സീരിയസ് ആയിട്ട് വരികയില്ല. അപ്പൊ അത് കൂട്ടിയെടുക്കണം. ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ട് കിട്ടിയതല്ലേ ഇവിടെ ഒരു 2.5 എന്ന് പറഞ്ഞേ. പക്ഷെ ഇവിടെ ഒരു 5 ഓം കിടപ്പില്ലേ? അപ്പൊ ഇത് രണ്ട് സീരിയസ് ആയിട്ട് വരൂലേ? അപ്പൊ മൊത്തം എത്രയാ? R = 5 + 2.5. that is = 7.5 ohm. ഇത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ സീരീസ് ആയി വരുമ്പോൾ 1/c ആണ്. 1/c = 1/5 + 1/5. that is = 2/5. അത് 1/c. therefore c = 5/2. that is = 2.5 മൈക്രോഫാരഡ്. ഇതിന് രണ്ടിനും പകരം 2.5 എന്ന് കിട്ടും. പിന്നെ അതും ഇതും പാരലായിട്ട് വരും. അപ്പം c = 5 + 2.5. that is = 7.5. that much of ohm. ഇതാണ് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. ഇത് രണ്ടും പഠിച്ചല്ലോ. ഏതെങ്കിലും ഒരു കേസ് ഉറപ്പായിട്ടും ചോദിക്കും. കപ്പാസിറ്റർ സീരീസ്, കപ്പാസിറ്റർ പാരലൽ, റെസിസ്റ്റർ സീരീസ്, റെസിസ്റ്റർ പാരലൽ. പിന്നെ അതിന് ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് മുഴുവൻ കപ്പാസിറ്ററിനായി ബന്ധപ്പെടുന്ന ഇക്വേഷനാണ്. Q = CV. പിന്നെ കപ്പാസിറ്റൻസിന്റെ ഒരു ഇക്വേഷൻ ε0 ഞാൻ പഠിപ്പിച്ച എന്നായിരുന്നു? കപ്പാസിറ്ററിന്റെ എനർജിയുടെ ഇക്വേഷൻ ആണ്. എനർജി = ½ CV². ഓർ എനർജിയുടെ അനദർ ഇക്വേഷൻ ആണ് എനർജി ഡെൻസിറ്റി ½ ε0E². ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ശരിയല്ലേ? സിയും വിയും തന്ന് അതിന്റെ എനർജി കാണാൻ ചോദിച്ചെന്ന് വെച്ചാൽ എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇത് അറിയണം. ഇത് ഓർക്കുന്നുണ്ടോ? 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു പ്ലേറ്റിന്റെ ഏരിയയാണ് എ. ഇതിന്റെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഡി. കാരണം പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത. അപ്പം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ε0 × A/d. ε0യുടെ വാല്യൂ എത്രയായിരുന്നു? ε0 എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? 1/4 ഗ്രാവിറ്റി അല്ല, എവിടെയാ ഇത് പഠിച്ചേ? ഏതെങ്കിലും പറ. പേര് ഓർക്കുന്നില്ല. 1/4πε0 Q1 Q2 /R². അതെന്നാന്ന് പറ. എന്നതാ ഈക്വൽ ടു? അപ്പുറത്തൊരു വശം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വശം പറയാൻ പറ്റുള്ളൂ. ε0 അല്ല, ഇക്വേഷന്റെ ഈ വാല്യൂ എന്നതാ ഈക്വൽ ടു എന്നാ? E = അപ്പൊ എഫ് എന്നാ? അല്ല, സോറി, എഫ് 1/4πε0 Q1 Q2 /R². ഈ F = QE വരുമ്പോഴാണ് 1/4πε0 Q/R². നാളത്തെ കഴിഞ്ഞാൽ കേട്ടോ പരീക്ഷ. V = 1/4πε0 Q/R. dB മാഗ്നറ്റിക് ഫ്ലക്സ് dB = μ0/4π × I × dl sin θ/R². എന്നാണ് dB? എന്നാ B? എന്നാ
ഇങ്ങനെ ഒരു ലൈൻ ചാർജ് വരച്ചപ്പം അതിനകത്ത് DL എന്ന് പറയുന്ന ഒരു ചെറിയ എലമെന്റ് എടുത്ത് അവിടുന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവായിരുന്നു DB. ഈ ലോയുടെ പേരായിരുന്നു ബയോട്ട് സവാർട്ട്സ് ലോ. ഇതെല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചേ. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇതും ഈ ലൈനും ഇത് കണ്ടക്ടർ, കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറാണിത്. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റായു ആണെങ്കിൽ DB is directly proportional to I, DB is directly proportional to DL, DB is directly proportional to sin theta, DB is inversely proportional to R square എന്ന് പറഞ്ഞാണ് ഞാൻ ആ കോൺസ്റ്റന്റ് എഴുതിയത്. DB is equal to mu0 by 4 pi into IDL I into DL sin theta by R square. അവിടെ mu0 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി. എന്നാണ്? പെർമിയബിലിറ്റി. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പം 4 pi into 10⁻⁻7 ആണ് അതിന്റെ വാല്യൂ. ഇത് ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി. 8.85 into 10⁻⁻12 ഇതാണ് പെർമിറ്റിവിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ്. പെർമിയബിലിറ്റി ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് വരുന്നത് കൂളോംസ് ഫോഴ്സ്. കൂളോം ഫോഴ്സ് എഫിന്റെ ഇക്വേഷനിലാണ് 1/4 pi ε0 വരുന്നത്. ഇത് തന്നെയാണ് ബയോട്ട് സവാർട്ട്സ് ലോ. പെട്ടെന്ന് എഴുതി പഠിച്ചേ. ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ വാല്യൂ എത്രയാണ്? 1.6 into 10⁻⁻19. ചാർജിന്റെ യൂണിറ്റ് എന്നാ? തീർന്നു. ചാർജിന്റെ യൂണിറ്റ് എന്നാ? കൂളോം. COULOMB. അതാണ് കൂളോംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പിന്നെ കൂളോം ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. കൂളോംസ് ലോ എന്നാ? F is equal to 1/4 pi epsilon 0. F equal to 1/4 pi epsilon 0. Q1 Q2 by R square. എന്നതായിരുന്നു ഇതിന്റെ പടം? എങ്ങനെയായിരുന്നു? രണ്ട് ചാർജുകള് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഇത് Q1 ഇത് Q2 ആണെങ്കിൽ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് is directly proportional to the product of the Q charges, directly inversely proportional to 1/R square. രണ്ടോടെ ചേർത്ത് എഴുതിയ ഇക്വേഷൻ ആണ് ഇത്. 1/4 pi epsilon 0 വാല്യൂ എത്രയായിരുന്നു? ഈ മൊത്തത്തിന് ഒരു കോൺസ്റ്റന്റ് എന്ന് വിളിച്ചൊരു വാല്യൂ എഴുതാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വാല്യൂവിന്റെ ഇതിന്റെ വാല്യൂ എത്രയാണ്? 9 into 10⁻⁹. എടോ അത് ε0 വാല്യൂ. ε0 പേരെന്നാണ്? പെർമിറ്റിവിറ്റി. അതിന്റെ വാല്യൂ ആണ് 8.856 into 10⁻⁻12. കൂളോമില് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതി വെച്ച് ഇതുപോലെ പടം വരച്ച് ഇക്വേഷൻ എഴുതി ഇങ്ങനെ പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു വേണം ഇക്വേഷൻ എഴുതാൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണം പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? എപ്സിലോൺ ഓഫ് എനി മീഡിയം ബൈ ε0 ആണ് εr. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഒരെണ്ണത്തിനെ അപേക്ഷിച്ച് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഹരിക്കണം. εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ε0 എന്നാ? ε0 എന്നാ? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞില്ല, അത് എവിടുത്തെയാ? പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓർ എയർ. ഓക്കെ. ഓക്കെ, ε0 എന്നാണ്?
പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എയർ. എത്രയാ വാല്യൂ? പെർമിറ്റിവിറ്റിയുടെ ആണോ? 8.85 × 10⁻12. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഇലക്ട്രോണിന്റെ ചാർജ് ഈ മോളി നോക്ക്. Q = NE എന്നുള്ള ഇക്വേഷൻ അവിടെ കിടക്കുന്ന തന്നെ. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻90. യൂണിറ്റ് തന്നെ. ബാക്കി ആരെങ്കിലും വരുമോ വായിക്കാൻ? -90 കൂളം. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് എന്നാന്ന് പറഞ്ഞത്, F = Q × E ആണെങ്കിൽ E എന്ന് പറയണത് F/Q ആണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ്. ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0 Q/r². ഒരു Q വെട്ടിപ്പോ. മനസ്സിലായല്ലോ? F = Q ആയി E = F/Q ആയതുകൊണ്ട് ഒരു എഫിനകത്ത് ഒരു Q വെട്ടിപ്പോയി Q/r². ഇതിന് ശേഷമാണ് ഫൈ പഠിച്ചത്. ഫൈ എന്നാണ്? ∫E/ds. സർഫസ് ഇന്റഗ്രൽ E.ds. എന്നാന്ന് പറ ഫൈ എന്ന് പറഞ്ഞാ? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ. അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ അഞ്ചാമതായിട്ട് ഡൈപോൾ എന്നാന്ന് പറഞ്ഞു. എന്നാണ് ഡൈപോള്? Two equal and opposite charges separated by a small distance. Two equal and opposite charges separated by a small distance. ഇനി പി എന്നാ? സ്മോൾ പി. 2aq എന്ന് പറയുന്ന സ്മോൾ പി എന്നാണ്? സ്മോൾ പി എന്ന് പറഞ്ഞാൽ എന്നാ? ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P = 2a × Q. ഇവിടെയാണ് എപ്പോഴും നന്ദു പറഞ്ഞ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ എത്രയാ? E = P ഉണ്ടോ P² ഉണ്ടോ? അപ്പൊ E = ഡൈപോളിന്റെ 1/4πε0 2πr/r² - a²² ഇക്വറ്റോറിയൽ പോയിന്റ് E = 1/4πε0 r² + a² ⁻³ 3/2. അത് സ്ക്രീൻഷോട്ട് എടുത്തേ. എടുത്തോ? ഇനി ഇതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ ഗോസ് തിയറം. ഇതിനാണ് ഗോസ് തിയറം. ആദ്യം പഠിച്ച കൂളോംസിലായിരുന്നു. ഗോസ് തിയറം എന്നാ? Phi = Q/ε0 1/ε0 times the total charge enclosed by that surface. ഓർക്കുന്നുണ്ടോ? ഒരു ഗോഷ്യൻ സർഫസ് അല്ല ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്തു വരെയും കാണിച്ച മൊത്തം കൂട്ടിയെടുക്കണം. 3Q/ε0 എന്നൊക്കെ എഴുതണം എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് ഗോസ് തിയറം. The total charge enclosed in a Gaussian surface is equal to 1/ε0 times the total charge in that surface. ഇനി ഇതെന്നായിരുന്നു? ലാംഡ സിഗ്മ റോ എന്നായിരുന്നു? ലാംഡ ഇതിനുള്ള എന്നതിനുള്ളത്?
ലൈൻ ചാർജ്, സ്പേസ് ചാർജ്. ലൈൻ ചാർജ് ഡെൻസിറ്റി, സ്പേസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. അങ്ങനെയെങ്കിൽ ഒരു ലൈൻ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരുന്നു? നമ്മുടെ ഒരു സിലിണ്ടർ ഒക്കെ കണ്ടുപിടിക്കണം. ഈ വാല്യൂ എത്രയാണ് ലൈൻ ചാർജിന്റെ? 0. ലാംഡ കൂട്ടുള്ള ഇക്വേഷനിലായിരുന്നു 1/2πε0. ഒന്ന് എടുത്ത് നോക്കിയേ ബുക്കിലോട്ട്. ലൈൻ ചാർജിന് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? ഇവിടെ ഒരു സിലിണ്ടർ ഒക്കെ വരച്ചത്, ഇങ്ങനെ ഒരു സിലിണ്ടർ വരച്ച് മുകളിലും താഴെ ഒരു സിലിണ്ടർ ആക്കി അതിനൊരു ക്ലോസ്ഡ് സർഫസ് ആക്കാൻ. ലാംഡ ബൈ ആർ. 1/2πε0 ലാംഡ ബൈ ആർ. ഇനി ഒരു ചാർജിന്റെ ഷീറ്റിന്റെ എത്രയായിരുന്നു? ഷീറ്റിന്റെ E=ε0. എന്നെ σ/2ε0. സിഗ്മ എന്നാ? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത് കഴിഞ്ഞാണ് നമ്മൾ പറഞ്ഞത് ഒരു പാരലൽ പ്ലേറ്റ്, ഒരു പോസിറ്റീവും പോസിറ്റീവും പോസിറ്റീവും, നെഗറ്റീവ് 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 ആണെങ്കിൽ ഇതിന്റെ നടുക്കത്തെ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? E=σ/ε0. ഇതിനെ 2 മടങ്ങ് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഒരു ഇതുണ്ടെങ്കിൽ എന്നാ പറയണേ, ഒരു ഷെല്ലാണെങ്കിൽ അതിനകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആയിരിക്കും. ഒരു സ്ക്രീൻഷോട്ടോടെ എടുത്ത്. ഒന്നാമത്തെ ചാപ്റ്റർ പെട്ടെന്ന് പഠിക്കണം കേട്ടോ. ഞാൻ വൈകുന്നേരം ഒരു ക്ലാസ്സോടെ എടുക്കും. ഇത്രയും പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് ഇവിടെ കിടക്കട്ടെ. ബുക്കിലുണ്ട് എല്ലാ സാധനം. ഇപ്പൊ എടുത്ത് 2 ഫോട്ടോ ഇല്ലേ, ആ ഇക്വേഷൻ എല്ലാം ഒരു 5 പ്രാവശ്യം ഓർഡറിൽ എഴുതി. എന്തോ